മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി അൻവർ എം എൽ എ രംഗത്ത് വന്നു. താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ വിശ്വസ്തർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. പോലീസിലെ ചിലരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്നും തെളിവുകൾ പുറത്തുവിടാതെ രക്ഷയില്ലായിരുന്നുവെന്നും അൻവർ എം എൽ എ പറഞ്ഞു. പുഴുക്കുത്തുകൾക്കെതിരെ പോരാട്ടം തുടരും. SP സുജിത് ദാസിന്റെ ഫോൺ റെക്കോർഡ് ചെയ്തത് തെറ്റാണ്. എന്നാൽ റെക്കോർഡ് പുറത്തുവിട്ടത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണെന്നും SP പടച്ചവൻ തന്ന ഫോൺ കോളാണെന്നും അൻവർ എം എൽ എ പറഞ്ഞു. തെറ്റിദ്ധാരണ മാറുമ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നോടുള്ള നിലപാട് മാറുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബോധ്യം അതാണ്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ CM എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതിലൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ മനോവീര്യം തകരുന്നവർ, പോലീസിലെ മനോവീര്യം തകരുന്നവർ ഞാൻ ഈ പറഞ്ഞ 4-5% മാത്രമാണ്. ഈ ക്രിമിനലുകളാണ്, അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. സ്വർണ്ണക്കടത്ത് കേസിലും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് പോലീസല്ല, കേസുകൾ കസ്റ്റംസിന് കൈമാറുകയാണ് വേണ്ടതെന്നും അൻവർ എം എൽ എ പറഞ്ഞു. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിന് ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ്. ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസാണ്. ഉടനടി അവർക്ക് വിവരം കൊടുക്കണം. ഒരു കേസിലും വിവരം കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ എം എൽ എ ഗുരുതര ആരോപണം ഉയർത്തി. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്ക് ശശിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ലെന്നും അൻവർ എം എൽ എ പറഞ്ഞു. ഞാൻ ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ട് ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ. എന്തുദ്ദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിന്ന് പറയിപ്പിച്ചതാ. എന്താണ് ആ റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവരെഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, ADGP അജിത് കുമാർ എഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്. ഈ 170 ആളെ കേസെടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരെ ആരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. വിശദാംശങ്ങളുമായി വിപിൻ C വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും. വിപിൻ, ഇന്നിപ്പോൾ അൻവർ നടത്തിയ ഈ വാർത്താ സമ്മേളനം പോലും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ മറുപടിയാണെന്ന് പറയേണ്ടി വരും. ആ രീതിയിലുള്ള പ്രതികരണം ഇപ്പോൾ അൻവർ നടത്തിയിരിക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നില്ല എന്ന് പറയുമ്പോഴും രാവിലെ മുഖ്യമന്ത്രി നടത്തിയ പല പരാമർശങ്ങൾക്കും അൻവർ മറുപടി പറയുകയും ചെയ്തു. മാത്രമല്ല, രാഷ്ട്രീയ ആരോപണം മാത്രമായിരുന്നു ഇതുവരെ താൻ ഉന്നയിച്ചത്. പക്ഷേ അത് മാത്രം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷ വിമർശനവും ഗുരുതരമായ ആരോപണവും ഇന്ന് വീണ്ടും അൻവർ ഉയർത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു? എന്താണ് തുടർ നിലപാടുകൾ, തുടർ നീക്കങ്ങൾ അൻവറിന്റെ? പ്രജന, ഇപ്പോഴായി 5 മിനിറ്റ് മുൻപ് അൻവറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്ക് ഇറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട്, അത് മതി, ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അൻവറിൻ്റെതായി വന്നിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും താൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നു വന്നതിന് ഒരു കുറവും വരുത്തുന്നില്ല, അതേ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അൻവർ. ആ രീതിക്ക് തന്നെയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനവും ഉണ്ടായിരുന്നത്. ശോഭിച്ചും ജയിലിലിടാമെങ്കിൽ ജയിലിലിടാം, അതുപോലെ തന്നെ താൻ ഈ പറയാനുള്ളതൊക്കെ പറയും, തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരുന്നു 1 മണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനം ഇന്ന് നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ മുഖ്യമന്ത്രി മാതൃകാപരമായിട്ടാണ് ഓഫീസിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇത് പൂർണ്ണമായും അൻവർ തള്ളുകയാണ്. ഒപ്പം തന്നെ പല തവണ AKG സെന്ററിലേക്കായാലും ശശിയുടെ മുന്നിലേക്കായാലും പല നാട്ടിലെ പ്രശ്നങ്ങളുമായി പോയിട്ടുണ്ട്. അന്നൊക്കെ തന്നെ പാർട്ടിയുമായി
ആലോചിച്ച് ഈ പരാതികൾ കൊടുത്തതാണ്. അതൊന്നും തന്നെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് താൻ പുറത്ത് വാർത്താ സമ്മേളനം നടത്തി പറയേണ്ട ആവശ്യം വന്നത്. താൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, അതിനെ അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിക്കുന്നത് താൻ EMSഉം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യത്തിൽ വന്ന ആളാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. പി ശശിക്കെതിരെ ഇതുമാത്രമല്ല, ഈ സ്വർണ്ണക്കടത്തിലെ ഒരു പങ്കുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു, ഇതൊന്നും തന്നെ മുഖ്യമന്ത്രി അറിയുന്നില്ല. മുഖ്യമന്ത്രി ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിവിടുന്ന നിലയാണ് ഈ ഉള്ളത്. മുഖ്യമന്ത്രി എങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നുള്ളതുമാണ് പി ശശി പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവർ ഒരു മാഫിയായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞു വന്നിരുന്ന അതേ ആരോപണം ഇന്ന് കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയാണ് അൻവറുള്ളത്. ADGP അടക്കമുള്ളവർ ഈ സ്വർണ്ണക്കടത്തിലെടുത്ത പങ്ക്. പക്ഷേ ഇതൊന്നും തന്നെ മുഖ്യമന്ത്രിക്ക് മാത്രം എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല. താൻ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പി ശശിയെ കണ്ടിട്ടുള്ളത്, ഈ നാടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു നടപടിയും ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. അതിലൊക്കെ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഈ ഫോൺ ചോർത്തൽ ബന്ധവുമായി ബന്ധപ്പെട്ട് PV അൻവറിനെതിരെ ഇപ്പോൾ കേസെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇനി ഇത്തരത്തിലുള്ള പല പരാതികളും വരും എന്നുള്ളതായിരുന്നു ഒരു ഉത്തരവുണ്ടായത്. ഒപ്പം ഇനി അൻവറിൻ്റെ ഭാവിയുള്ള പരിപാടി എന്താണെന്നുള്ളതിന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതായിരുന്നു ഒരു മറുപടി. മറ്റൊന്നുള്ളത് ഈ രാജിവെക്കുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് അതിനൊന്നും തന്നെ ഇപ്പോൾ മറുപടിയില്ല, എല്ലാം കാത്തിരുന്ന് കാണാം എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായമായി താൻ പരാതി കൊടുത്തതാണ്, തനിക്ക് ന്യായമായും കിട്ടേണ്ട ആ പരാതിക്ക് താൻ ന്യായമായും അർഹിക്കുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വഴി നോക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് പാർട്ടിയിൽ നിന്ന് ഒരു വിചാരിച്ച ഒരു പിന്തുണ ലഭിച്ചില്ല മുഖ്യമന്ത്രിയിൽ നിന്ന് എന്നുള്ളതിൻ്റെ ഒരു അതൃപ്തി PV അൻവറിനുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. മനോവീര്യം MLAയുടേത് തകർന്നോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി വിചാരിച്ചാലോ ഒന്നും തന്നെ തകരുന്ന ഒരു മനോവീര്യമല്ല തനിക്കുള്ളത്. താൻ തീയിൽ കുരുത്തതാണ്, മുന്നോട്ട് പോകും, ഈ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതേ കാര്യം തന്നെ അദ്ദേഹം ഇപ്പോൾ 5 മിനിറ്റ് മുൻപ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഇതേ നിലപാടുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇനി CPM എന്ന നിലപാടെടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടതും. ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും.